പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? സന്തോഷത്തോടെ ഇരിക്കുന്നുവോ? ഉത്സാഹത്തോടെ ഇരിക്കുന്നോ? യേശുക്രിസ്തുവിൽ നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. മനസ്സിലായോ? എങ്ങനെ സന്തോഷത്തോടെ ഇരിക്കും? എപ്പോഴും ഉപദ്രവങ്ങൾ മാത്രമേയുള്ളൂ. വീട്ടിനകത്ത് ഉപദ്രവം, ജോലിക്ക് പോയാൽ ഉപദ്രവം, ബിസിനസ്സിന് പോയാൽ ഉപദ്രവം, ശുശ്രൂഷയ്ക്ക് പോയാൽ അവിടെയും ഉപദ്രവം. എങ്ങോട്ട് പോയാലും ഉപദ്രവം മാത്രമേയുള്ളൂ. എപ്പോഴാണിതൊന്ന് അവസാനിക്കുക എന്ന് നിങ്ങൾ നിരാശപ്പെടുകയാണോ? ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. ദൈവം എന്താണ് പറഞ്ഞത്? ഈ ലോകത്തിൽ ഉപദ്രവങ്ങൾ ഉണ്ടാകും, എന്നാലും ഉറച്ചു നിൽപ്പിൻ എന്ന് പറഞ്ഞില്ലേ? ഉപദ്രവങ്ങൾ ഉണ്ടാകും. ദിവസവും നമ്മൾ കടന്നു പോകുന്ന പാതയിൽ ഉപദ്രവങ്ങളെ തടഞ്ഞു നിർത്താൻ സാധിക്കില്ല. എന്നാൽ എന്ത് ചെയ്യണമെന്നറിയാമോ? ഒരു കാര്യം മനസ്സിൽ സൂക്ഷിക്കണം. ദൈവം പറയുന്നു, 2 കൊരിന്ത്യർ 4-ാം അധ്യായം 17-ാം വാക്യത്തിൽ, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. നിങ്ങൾ കഷ്ടമെന്ന് പറയുന്നില്ലേ? എത്രയും വേഗം അത് നീങ്ങും, എത്രയും പെട്ടെന്നത് മാറുന്നതാണ്. ഇതൊരു ലഘുവായ കഷ്ടപ്പാടാണ്. യേശുക്രിസ്തുവിന്റെ കഷ്ടപ്പാടിനോടൊന്ന് താരതമ്യപ്പെടുത്തി നോക്കൂ. ഇതൊരു ലഘുവായ കഷ്ടപ്പാടല്ലേ? ഞാനങ്ങനെയാണ് വിചാരിക്കാറ്. എന്നെക്കുറിച്ച് പലരും സംസാരിക്കുന്നു, പലരും എഴുതുന്നു, ചീത്ത പറയുന്നു, ദൂഷണം പറയുന്നു, എതിർത്ത് നിൽക്കുന്നു, പല കാര്യങ്ങളും ചെയ്യുന്നു. എന്നൊക്കെയൊരു തളർച്ചയുണ്ടാകും. അപ്പോൾ ഉടനെ ചിന്തിക്കും, യേശുക്രിസ്തു വളരെ വിശുദ്ധിയുള്ളവനാണ്, ആർക്കും ദോഷം ചെയ്തിട്ടില്ല, നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. മനുഷ്യനായി വന്ന് മനുഷ്യർക്ക് നന്മ ചെയ്ത ദൈവത്തിന് നിന്ദയും പരിഹാസവും അപമാനവും. കൊല്ലുവാനായി കള്ളത്തരങ്ങൾ പറഞ്ഞു പരത്തി അപമാനപ്പെടുത്തി കുരിശിൽ തറച്ചു. ആ കഷ്ടപ്പാടുകൾ മുഴുവനും യേശു സഹിച്ചു. അപ്പോൾ നാമും ഈ കഷ്ടപ്പാടുകൾ കാരണം ഭയപ്പെടരുത്. യേശു അനേകം കഷ്ടപ്പാടുകൾ സഹിച്ചിരുന്നു. അതോർക്കുമ്പോൾ തന്നെ മനസ്സിലൊരു ധൈര്യമുണ്ടാകും. അപ്പോൾ നമ്മുടെ കഷ്ടപ്പാട് യേശുവിന്റെ കഷ്ടപ്പാടോട് താരതമ്യപ്പെടുത്തിയാൽ വളരെ ലഘുവായതായിരിക്കും. യേശു എന്തുമാത്രം കഷ്ടപ്പാടുകൾ സഹിച്ചു അല്ലേ? നമ്മൾ സഹിക്കുന്നത് ഇത്രയേയുള്ളൂ. പിന്നെന്തിന് നാം പരിഭ്രമിക്കുന്നു? എന്നാൽ അത് വളരെ വേഗമില്ലാതാവും എന്ന് വാക്ക് തന്നിരിക്കുന്നു. അത് ശാശ്വതമല്ല. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ പണ്ടുണ്ടായിരുന്ന കഷ്ടപ്പാടുകൾ ഇപ്പോൾ കാണുന്നില്ല, ഇപ്പോൾ ഇല്ല. ആ കഷ്ടപ്പാടുകൾ മാറിയിരിക്കുന്നു. ഒരു കഷ്ടം വരും, ഇല്ലാതാകും, മറ്റൊന്ന് വരും, അതും പോകും. പുതിയ കഷ്ടപ്പാടുകൾ വന്നാൽ വരട്ടെ, അവയൊന്നും നമ്മെ ബാധിക്കില്ല, അവ പൊയ്ക്കൊണ്ടേയിരിക്കും. അതാണ് ദൈവത്തിന്റെ കൃപ. ഉടനടി അവയെ നീക്കി യേശു നമ്മെ വഴി നടത്തിക്കൊണ്ടിരിക്കും. ഇപ്പോഴുള്ള കഷ്ടം ഉടനടി നീങ്ങിപ്പോകുന്നതാണ്. ഭയപ്പെടേണ്ട. ഈ കഷ്ടപ്പാടുകൾക്കായി യേശുവിന് സ്തോത്രം പറയൂ. അങ്ങ് അനുഭവിച്ച കഷ്ടപ്പാടുകളോട് താരതമ്യപ്പെടുത്തിയാൽ ഇത് ലഘുവായ കഷ്ടങ്ങളാണ് യേശുവേ എന്ന് പറയൂ. സന്തോഷിക്കൂ. പറയുമോ? ദൈവമേ, ഈ കഷ്ടപ്പാടുകൾക്കായി സ്തോത്രം. ഇത് ലഘുവായ കഷ്ടപ്പാടാണ്, ഇത് വേഗം മാറും എന്ന് വാക്ക് തന്നിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ ഉപദ്രവം ഇന്ന് തന്നെ നീങ്ങിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ